ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സീക്രട്ട് ഓഫ് മില്ലിയനെയർ മൈൻഡ് എന്ന പുസ്തകത്തിലെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഒന്ന് രണ്ട് പോയിന്റ്സുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ്സാണ്, ആ ഒരു പുസ്തകത്തിൻ്റെ ഒന്ന് രണ്ട് പോയിന്റ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് സമ്പന്നർ അവസരങ്ങളിൽ ശ്രദ്ധിക്കുന്നു, ദരിദ്രർ തടസ്സങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു പോയിന്റാണ് അവേക്കർ നമ്മളുമായി ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ, ചിലവർ പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുന്നവരാണ്. അതായത് റിച്ച് മെൻറ്റാലിറ്റി എപ്പോഴും പ്രതിസന്ധികളിലും അവസരങ്ങൾ കാണുന്നവരാണ്. പക്ഷേ പുവർ മെൻറ്റാലിറ്റി ആ അവസരങ്ങളിൽ പോലും പ്രതിസന്ധികൾ കാണുന്നവരാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്നപ്പോൾ ഒരുപാട് ബിസിനസ്സുകാർ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. കോവിഡിനൊക്കെ ഇതാക്കി, കോവിഡ് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരുപാട് ആൾക്കാർ ആ കോവിഡ് എന്ന് പറയുന്ന പ്രതിസന്ധികളെ അവസരങ്ങളുമാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു പരിധിവരെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളും ഇതൊക്കെ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധിയാണ് ആ ഒരു അവസരം തന്നിട്ടുള്ളത്, അല്ലേ? അതേ അവസരം അതൊരു റിച്ച് മെൻറ്റാലിറ്റിയുടെ ഭാഗമാണ്, ആ ഒരു പ്രതിസന്ധി അവസരമാക്കുക എന്നുള്ളത്. പുവർ മെൻറ്റാലിറ്റി ആ കോവിഡ് ആയില്ലേ, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാനാ, ഇപ്പോൾ ഈ കോവിഡ് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ബ്ലെയിം ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ കൂടുതൽ പ്രതിസന്ധി ആക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിച്ച് മെൻറ്റാലിറ്റി ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം ദൈവവിശ്വാസികളൊക്കെ ആണെങ്കിൽ പറയും, ഈശ്വരൻ നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ തരുന്നത് നമ്മളുടെ കഴിവുകളെ, നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് നമ്മളുടെ കഴിവുകളെ അളക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് നമ്മൾ കാണണം എന്നാണ് പറയുന്നത്. അല്ലാതെ ആ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ എൻ്റെ ജീവിതം തകർന്നല്ലോ, ഇനി എങ്ങോട്ട് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ പരിതപിക്കുകയല്ല വേണ്ടത്. റിച്ച് മെൻറ്റാലിറ്റി എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ പ്രതിസന്ധികളിൽ പോലും അവസരങ്ങൾ കാണാറാണ്. പുവർ മെൻറ്റാലിറ്റി എപ്പോഴും ആ ഒരു അവസരങ്ങളിലും, നമുക്ക് ചിലവർക്ക് അറിയാം, ചില നല്ല അവസരങ്ങൾ കിട്ടിയാലും ആ അവസരങ്ങളിൽ എന്തെങ്കിലും ഇത് ശരിയാവില്ല, അങ്ങനെ എന്തെങ്കിലും ആ അവസരങ്ങളിൽ പോലും പ്രതിസന്ധികൾ കാണുന്നവരാണ് പുവർ മെൻറ്റാലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രതിസന്ധികളിലും ഒളിഞ്ഞിരിക്കുന്ന അവസരങ്ങൾ കാണാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കും എന്ന് തന്നെ പറയുന്നു. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, സമ്പന്നർ അവരുടെ മൂല്യത്തെയും അവരവരെ തന്നെയും പ്രൊമോട്ട് ചെയ്യാൻ തരുന്നതാണ്. ദരിദ്രർ പ്രൊമോഷനെയും വിൽപ്പനയെയും പറ്റി നെഗറ്റീവായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം. അതായത് സമ്പന്നർ എപ്പോഴും അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയായാലും അവരുടെ സർവീസിനെ പറ്റിയായാലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ റെഡിയാണ്. ഇപ്പം നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കമ്പനി എന്താണ് സർവീസ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്, ഇതൊക്കെ നമ്മൾ സമ്പന്നർ എപ്പോഴും അവരവരെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആരാണ്. ദരിദ്ര മെൻറ്റാലിറ്റി, പുവർ മെൻറ്റാലിറ്റി അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാറില്ല. അവർ ചിന്തിക്കുന്നത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും ചിന്തിക്കുമോ, വല്ല ബിസിനസ് കിട്ടാൻ വേണ്ടിയാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പലപ്പോഴും പുവർ മെൻറ്റാലിറ്റി എന്ത് ചെയ്യാറില്ല, അവരവരുടെ സർവീസിനെയോ അവരുടെ പ്രൊഡക്റ്റിനെയോ സ്വയം പ്രൊമോട്ട് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും നല്ല സെയിൽസ്മാൻ നമ്മൾ തന്നെയാണ്. അല്ലാണ്ട് ഒരാളും നമുക്ക് വേണ്ടി നമ്മളുടെ കമ്പനിയെയോ നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മളെക്കാളും മനോഹരമായിട്ട് ഒരു MBA മാർക്കറ്റിങ്ങിനും ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് ഒരു റിച്ച് മെൻറ്റാലിറ്റി പറയുന്നത്. ഇപ്പോൾ എവിടെയോ വായിച്ചതുപോലെ, നിങ്ങൾ ഒരു എലിപ്പെട്ടി ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ നാട്ടിൽ മുഴുവൻ എലീൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അറിയണം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എലിപ്പെട്ടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ അറിയണം, അല്ലേ? നമ്മളത് എന്ത് ചെയ്യണം, ചെറിയൊരു വിധത്തിലെങ്കിലും നമ്മളൊരു പബ്ലിസിറ്റി ചെയ്യണം, നമ്മൾ ആരാണ്. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ആദ്യമൊക്കെ ഈ പ്രാക്ടീസ് തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഓരോ ക്ലയൻറ്റിൻ്റെ ഇടയ്ക്ക് പോകാറാണ് പതിവ്. പിന്നീട് തമ്മനത്ത് ഞാനൊരു ബോർഡ് വെച്ചപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ രാവിലെ പോകുന്നത് കാണാറുണ്ട്, പക്ഷെ നീ ഇതാ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്. പിന്നീട് അതിൽ ഞാൻ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് പരസ്യമൊക്കെ കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്ന സർവീസ് ഇതാണ് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും റിച്ച് മെൻറ്റാലിറ്റി അവരവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്.
പുവർ മെൻറ്റാലിറ്റി അവരുടെ പ്രൊഡക്റ്റിനെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യും. മറ്റുള്ളവരെന്തെങ്കിലും ചിന്തിക്കുമ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് പുവർ മെൻറ്റാലിറ്റി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രൊഡക്റ്റിനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ നമ്മളെക്കാളും വലിയ വേറൊരാളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു. ഇനി അടുത്ത ഒന്ന് രണ്ട് പോയിന്റുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് നന്ദി, താങ്ക് യു വെരി മച്ച്.